തീരുമാനം കൈക്കൊള്ളാൻ ഇറാന് മുന്നിൽ ഇനി അധിക സമയം ബാക്കിയില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താക്കീത്. പൊടുന്നനെ പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും ബാക്കി കാണില്ലെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. എന്നാൽ നേരത്തെ നൽകിയ നിർദ്ദേശത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് യാതൊരു ഇളവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇറാന്റെ പ്രതികരണം. അടിച്ചേൽപ്പിക്കുന്ന ഉപാധികളുമായി പൊരുത്തപ്പെടാൻ കഴിയില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉടൻ നടപ്പാക്കുമെന്നും ഇറാൻ അറിയിച്ചിരിക്കുന്നു. നയതന്ത്ര പ്രശ്നപരിഹാരത്തിന് തയ്യാറാകണം എന്ന് ഖത്തറും സൗദി അറേബ്യയും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലബനാനിലും ഗസയിലും വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേലിന്റെ വ്യാപക വ്യോമാക്രമണം തുടരുകയുമാണ്. MCA നാസർ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. MCA, ട്രംപിന്റെ ഭാഗത്തു നിന്ന് നിർത്താതെയുള്ള ഭീഷണിയാണ്. അപ്പോൾ ഒരു സമയത്ത് ട്രംപ് പറയുന്നു എല്ലാം പ്രശ്നം പരിഹരിക്കും, ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നുണ്ട്, ചർച്ച തുടങ്ങാം എന്ന് പറയുന്നു. അതേ സമയത്ത് തന്നെ ഇറാന് വലിയ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ ട്രംപിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വരുന്നതും നമ്മൾ കാണുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ തന്നെയാണോ അമേരിക്കയുടെ തീരുമാനം, അതല്ല ഭയപ്പെടുത്തി മുന്നോട്ട് പോകാനാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് MCA? മഹേഷ്, പിന്നിട്ട് 2 ദിവസമായി വളരെ പ്രകോപനപരമായിട്ടുള്ള മുന്നറിയിപ്പുകളും താക്കീതുകളുമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെയാണ് വൈറ്റ് ഹൗസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുന്നുണ്ട്. നിർണായകമായിട്ടുള്ള ഒരു യോഗം മറ്റന്നാൾ നടക്കുമെന്നാണ് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ആക്സിയസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉന്നത സൈനിക മേധാവികളോടെല്ലാം ആ യോഗത്തിൽ പങ്കെടുക്കാൻ ട്രംപ് നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരു കരാറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ ആ സാധ്യത കൂടി താൻ പരിഗണിക്കും. പക്ഷേ വളരെ പൊടുന്നനെ തന്നെ വേണം എന്നൊരു നിലപാട് കൂടി അമേരിക്കൻ പ്രസിഡന്റ് കൈക്കൊണ്ടതായി റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പിന്നിട്ട് 2 ദിവസങ്ങളിലായിട്ട് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി മുഹ്സിൻ നഖ്വി ഇപ്പോൾ തെഹ്റാനിലാണ് ഉള്ളത്. തെഹ്റാനിലെ വിവിധ നേതാക്കളുമായിട്ട് അദ്ദേഹം കൂടിയാലോചനകൾ തുടരുകയാണ്. പുതുതായിട്ട് എന്തെങ്കിലും നിർദ്ദേശം അമേരിക്ക പാകിസ്ഥാൻ മുഖേന ഇറാന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ആ കൂടിയാലോചനകളൊക്കെയും ശുഭകരമാണ്. ഒരുപക്ഷെ ഒരു കരാറിലേക്ക് ഇരു കൂട്ടർക്കും എത്താനുള്ള ഒരു സാധ്യത താൻ മുന്നിൽ കാണുന്നതായിട്ടാണ് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി അല്പം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളൊക്കെയും വളരെ തിരക്കിട്ട ചില നീക്കങ്ങൾ തുടരുന്നുണ്ട്. ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രി അബ്ദുറഹ്മാൻ ജാസിം അൽ താനി അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് ഹോർമുസ് കടലിടുക്ക് തുറക്കുകയും ഈ സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികളിൽ പൂർണ്ണമായിട്ടും സഹകരിക്കണം, ഒരു നയതന്ത്ര പ്രശ്നപരിഹാരത്തിന് തയ്യാറാകണമെന്ന നിർദ്ദേശമാണ് ഖത്തർ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ഇറാന് മുമ്പാകെ വെച്ചിരിക്കുന്നത്. സൗദി അറേബ്യയും വളരെ ശക്തമായി തന്നെ നയതന്ത്ര ചർച്ചകൾക്ക് വേണ്ടിയുള്ള വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ സൗദി അറേബ്യയിൽ തുടരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്രയും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകളും താക്കീതുകളുമായിട്ട് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ടെലിഫോണിൽ ട്രംപുമായിട്ട് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച നടത്തിയതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനെതിരായിട്ടുള്ള ആക്രമണം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വളരെ വിശദമായി തന്നെ ട്രംപും നെതന്യാഹുവും തമ്മിൽ ചർച്ച ചെയ്തതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മധ്യസ്ഥ നീക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെയാണ് വളരെ പെട്ടെന്ന് തീരുമാനം കൈക്കൊള്ളണമെന്നും ഇനിയും കാത്തു നിൽക്കാനാവില്ല എന്നും ഇനി ഏതെങ്കിലും അമാന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കരാറിനോട് വൈമുഖ്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവശേഷിക്കുന്നതായിട്ട് ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന നേരത്തെയുള്ള ആ താക്കീതുകളുടെ പുനരാവർത്തനമാണ് ഇപ്പോഴും ട്രംപ് തുടരുന്നത്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾ ആ പ്രതീക്ഷ കൈവിടുന്നില്ല. ഒരുപക്ഷെ ഈ അന്തിമ ഘട്ടത്തിലെങ്കിലും ഒരു കരാറിലേക്ക് വരാൻ ഇരു കൂട്ടർക്കും സാധിക്കുമെന്ന പ്രതീക്ഷയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ഈ ലബനാനിൽ നടത്തുന്ന വ്യാപകമായിട്ടുള്ള ആക്രമണവും ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണവും ഒരുപക്ഷെ ഇത്തരം നീക്കങ്ങളെ, നയതന്ത്ര നീക്കങ്ങളെ ഗുരുതരമായി തന്നെ പോർലേൽപ്പിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് വിവിധ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. MCA നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.